ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് കന്നിരാശിയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള വരുന്ന ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ 1200 ആണ്ടിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലയളവിൽ വരാനുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കുറിച്ചിട്ടാണ്. കന്നി രാശിയിൽ ജനിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ കന്നി ലഗ്നമായിട്ടുള്ളവർ, ഗ്രഹനിലയിൽ ലഗ്നം ലായ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കന്നി രാശിയിലാണെന്നുള്ളവർക്കും, അതുപോലെ കന്നിക്കൂറിൽ ജനിച്ചിരിക്കുന്നവർ, കന്നിക്കൂറിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തര നക്ഷത്രത്തിന്റെ 2, 3, 4 പാദത്തിൽ ഉൾപ്പെട്ടിരുന്നവർക്കും, അത്ത നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രത്തിന്റെ തന്നെ 1, 2 പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും, ഇത്രയും നക്ഷത്രക്കാരുടെ ഉത്രം, അത്തം, ചിത്തിര, അതിൽ തന്നെ ഉത്തര നക്ഷത്രത്തിന്റെ അവസാനത്തെ 3/4 പാദവും അത്ത നക്ഷത്രത്തിൽ മുഴുവൻ ജനിച്ചിരിക്കുന്നവർക്കും, ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗത്ത് ജനിച്ചിരിക്കുന്നവർക്കും, ഇത്രയും ആൾക്കാരുടെ ഒരു വർഷത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. കന്നിരാശിക്ക് 9ാം ഭാവത്തിലുള്ള വ്യാഴത്തിന്റെ സ്ഥിതിയും 6ാം ഭാവത്തിൽ കൂടിയുള്ള ശനിയുടെ സഞ്ചാരവും 7ാം ഭാവത്തിലെ രാഹുവും നിൽക്കുന്ന കാലമായതുകൊണ്ട് ധനലാഭം, ഭാര്യാസുഖം, പുത്രസുഖം, കാര്യനിവൃത്തി, അധികാരശക്തി, സാമർഥ്യം ഇവ സംഭവിക്കുന്ന കാലഘട്ടമാണ് വരുന്ന ഒരു വർഷക്കാലം. ദൂരദേശ യാത്രകളുടെ സാധ്യതയും കാണുന്നുണ്ട്. അലക്ഷ്യമായിട്ട് യാത്രകൾ ചെയ്യേണ്ടതായും വരും. അമിത പ്രയത്നം ചെയ്യേണ്ട അവസ്ഥ സംജാതമാകുന്ന കാലഘട്ടമായിരിക്കും വരുന്ന ഒരു വർഷക്കാലം. ചിങ്ങമാസത്തിൽ ചിലവ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രവർത്തനങ്ങളിലൊക്കെ തടസ്സമുണ്ടാകുക, വ്യഥാസഞ്ചാരം ഉണ്ടാകുക, മാനസികാസ്വാസ്ഥ്യം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശത്രുഭയം ഉണ്ടാകുകയും ബന്ധുമിത്രാദികളുമായി സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്കും സാധ്യത കാണുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആത്മനിയന്ത്രണം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്ത്രാഭരണങ്ങൾക്ക് കൂടുതൽ ചിലവുണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് വരുന്ന ചിങ്ങമാസം. കന്നിമാസത്തിൽ വരുമാനം കുറയുവാനും ചിലവ് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. തലവേദന, നേത്രരോഗം എന്നിവ മൂലം ക്ലേശം അനുഭവിക്കുവാനും സാധ്യതയുള്ള കാലഘട്ടമാണ്. കൃഷിയിടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാവുകയും ആദരവുകൾ ലഭിക്കുകയും ചെയ്യുകയും ചെയ്യും. തുലാമാസത്തിൽ വാക്കുതർക്കം മൂലം മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നിദ്രാഭംഗം ഉണ്ടാകുക, ഭാഗ്യലക്ഷ്മി കടാക്ഷിക്കുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത്. അപകീർത്തിയെ കരുതി ജാഗ്രതയോടുകൂടി ഇരിക്കുവാനും ശ്രദ്ധിക്കണം. വൃശ്ചികമാസത്തിൽ ആരോഗ്യവർദ്ധനവ് അനുഭവപ്പെടും. ധനലാഭം ഉണ്ടാകും. നേത്രരോഗത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്കുതർക്കത്തിനും ഇടവരും. ധനാഗമങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും സന്തതികൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ധനുമാസത്തിൽ ചിത്തക്ഷോഭത്തിനും രോഗമോഹവർദ്ധനവിനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുപ്രാപ്തി, ധനപുഷ്ടി എന്നിവയും ഉണ്ടാകും. ദ്രവ്യലാഭം, ഭൂലാഭം എന്നിവയ്ക്കും സാധ്യത കാണുന്ന കാലഘട്ടമാണ്. എങ്കിലും ശത്രുപീഡ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. മകരമാസത്തിൽ രോഗനാശവും ശത്രുനാശവും ശോകമോഹ നിഗ്രഹത്തിനും വഴിയൊരുങ്ങും. സംരംഭങ്ങളിൽ പ്രതിബന്ധങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. ഉഷ്ണരോഗം മൂലം ക്ലേശം അനുഭവപ്പെടുകയും ഭാര്യയോടും സന്തതികളോടും കലഹമുണ്ടാകുകയും ചെയ്യും. കുംഭമാസത്തിൽ വീടിനാവശ്യമായ ഉപകരണങ്ങൾ, രത്നങ്ങൾ ഈ വക സാധനങ്ങളെ കൊണ്ട് സുഖാനുഭൂതി ഉണ്ടാകും. സ്വജനങ്ങളുമായി കലഹത്തിനും ഇടയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുവാനുള്ള ആഗ്രഹം സാധിച്ചെടുക്കുവാനും പറ്റും. വയറുവേദന മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാലഘട്ടമായിരിക്കും അത്. മീനമാസത്തിൽ രോഗവും കലഹവും അധികാരികളിൽ നിന്നുള്ള ഭയവും ദുഃഖവും മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം അനുഭവപ്പെടുകയും പുത്രസുഖം, വസ്ത്രലാഭം, സാമർഥ്യം ഇവയുണ്ടാകുകയും ചെയ്യും. മേടമാസത്തിൽ നേത്രരോഗം, വാക്കുതർക്കം എന്നിവ മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഭൂമി വാങ്ങുവാനും സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനും ഗൃഹത്തിൽ സന്തോഷം കളിയാടാനും സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും. ഇടവമാസത്തിൽ ധനപ്രാപ്തി, സുഖവൃദ്ധി, ദുഃഖസമാപ്തി എന്നിവ അനുഭവപ്പെടുകയും ശത്രുഹാനി ഉണ്ടാകുകയും ചിത്തപീഡ, കുൽസിത ഭോജനം മൂലമുള്ള ക്ലേശം എന്നിവ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ ധനാഗമം, സ്വാസ്ഥ്യം, മിത്രകുടുംബ സമാഗമം എന്നിവയുണ്ടാകും. ശത്രുനാശവും രോഗനാശവും ഉണ്ടാവുകയും ജ്വരം, വ്രണം, ദുർജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ട് എന്നിവയും അനുഭവത്തിൽ വരും. ആഗ്രഹിച്ച പദാർത്ഥങ്ങളുടെ ലഭ്യതയും ഉണ്ടാവുകയും ചെയ്യും. കർക്കിടക മാസത്തിൽ മാനസിക വ്യഥ, ശത്രുഭയം, ബലഹീനത എന്നിവ അനുഭവപ്പെടുവാനും സർപ്പഭയം അനുഭവപ്പെടുവാനും പരദേശവാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ
കന്നിരാശിയിൽ ജനിച്ചിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതക്കാരുടെ, അതുപോലെ കന്നി ലഗ്നമായി വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു വർഷത്തെ കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഇവിടെ ഗുണത്തിനും ദോഷത്തിനുമൊക്കെയുള്ള പാരമ്യത അല്ലെങ്കിൽ അവയുടെ ഏറ്റക്കുറച്ചിലുകൾ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ഗ്രഹനിലയുള്ള ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരവും അതുപോലെ ദശാകാല അപഹാരങ്ങളുടെയൊക്കെ സ്വാധീനം കൂടിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രഹനില നല്ലതുപോലെ പരിശോധിപ്പിച്ച് അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് വരാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളൊക്കെ നേടി ആ പരിഹാരങ്ങളൊക്കെ വേണ്ടവിധം ചെയ്ത് കുടുംബക്ഷേത്രത്തിലെയും ദേശക്ഷേത്രത്തിലെയുമൊക്കെ ദേവതകളുടെ അനുഗ്രഹം കൂടി തേടണമെന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.